നമസ്കാരം. സിസിടിവിയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. ഇന്ന് ഈ ഓണദിനത്തിൽ കുറച്ച് സിനിമാ വിശേഷങ്ങളുമായിട്ട് ഒരു യുവ അഭിനേത്രി നമ്മളോടൊപ്പം എത്തിയിട്ടുണ്ട്. സിനിമകളിലേക്ക് ഇങ്ങനെ തിരക്ക് കയറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഈ ഓണാഘോഷത്തിൽ പങ്കുചേരാൻ നമ്മുടെ സ്റ്റുഡിയോയിൽ എത്തിയിട്ടുള്ളത്. മാത്രമല്ല ഒരു ഗായികയാണ്, സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നമുക്ക് പരിചയപ്പെടാം, സ്വാഗതം ചെയ്യാം. ഭദ്ര, നമസ്കാരം, ഹാപ്പി ഓണം. നമസ്കാരം, ഹാപ്പി ഓണം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ എൻ്റെ ഓണാശംസകൾ. കൈപ്പറമ്പാണ് വീട് അല്ലേ? അതെ. എങ്ങനെയുണ്ട് ഇത്തവണത്തെ ഓണാഘോഷമൊക്കെ? എങ്ങനെയാണ് സത്യത്തിൽ? സിനിമയുടെ ഒരു തിരക്കുണ്ടോ അതോ ഓണം ആഘോഷിച്ചിട്ടാണ് ഇനി സിനിമയിലേക്ക് പോകുന്നുള്ളോ? അതെ, ഓണം ആഘോഷിച്ചിട്ടാണ് സിനിമയിലേക്ക്. പക്ഷേ ഇപ്രാവശ്യം വ്യത്യസ്തമാണ്. എല്ലാ ഓണത്തേക്കാളും പ്രത്യേകതയുണ്ട്. സിനിമയിൽ വന്നിട്ടുള്ള ആദ്യത്തെ ഒരു ഓണം കൂടിയാണ്. അതിൻ്റെ ഒരു സന്തോഷം ഭദ്രയുടെ മുഖത്ത് കാണാനുണ്ട് അല്ലേ? അപ്പോൾ 2 സിനിമ ഓൾറെഡി ഇപ്പോൾ അഭിനയിച്ചു കഴിഞ്ഞു. ഇനിയും തേറ്റ, ഇനിയും റിലീസ് ആവാനിരിക്കുന്ന മൂവിയാണ്. തേറ്റ റിലീസായിട്ടുള്ള മൂവിയാണ്. അപ്പോൾ തേറ്റ സിനിമ കണ്ടിട്ടുള്ളവർക്കൊക്കെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ഭദ്രയുടെ മുഖം കാണുമ്പോൾ ഈ കുട്ടിയല്ലേ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് എന്ന് ഓർമ്മ വരുന്നുണ്ടാവും. എങ്ങനെയാണ് സിനിമ ഒരു പാഷൻ ആയിരുന്നോ അതോ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മൂവിയിലേക്ക് എത്തിപ്പെട്ടതാണോ? സിനിമയിൽ അഭിനയിക്കുക എന്ന് പറയുന്നത് പാഷൻ തന്നെയാണ്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് സിനിമയിൽ എത്തിപ്പെട്ടത്. ആദ്യ സിനിമ ഇനിയും ആണോ അതോ നായികയായി വരുന്നത്, മുഴുനീള നായികയായി വരുന്ന സിനിമയാണ് ഇനിയും. അത് റിലീസാവാൻ പോകുന്നേ ഉള്ളൂ. അതിലൊരു മുഴുനീള കഥാപാത്രമാണ് ചെയ്തിട്ടുള്ളത്. തേറ്റയിൽ എങ്ങനെയായിരുന്നു? തേറ്റ അവർ ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷമാണ് എന്നെ കാണുന്നത്. അപ്പോൾ അതിലേക്ക് സെലക്റ്റഡ് ആക്കുകയാണ്. മീൻസ് ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് അവരെന്നെ. ഇപ്പോൾ തേറ്റ മൂവി ഒരുവിധം ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ആ മൂവിയിലേക്ക് ഭദ്ര ജോയിൻ ചെയ്തത്. അപ്പോൾ അതിലൊരു കഥാപാത്രം ഒഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നോ? ഒരു നായിക എന്നുള്ള കഥാപാത്രം തന്നെ അതിലേക്ക്. ഞാൻ മനസ്സിലാക്കിയത് എന്താ വെച്ചാൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഒരിക്കലും നായിക എന്നുള്ള കഥാപാത്രം ആയിരുന്നില്ല അല്ലെ? അതിനുശേഷം ഫിലിമിലേക്ക് വന്നപ്പോഴാണ് എങ്കിൽ നമുക്ക് ഭദ്രയെ നായികയാക്കായിരുന്നു എന്ന്. എന്തായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അത് അപ്രതീക്ഷിതമായിട്ടാണ് അതിൽ തേറ്റ എന്ന മൂവിയിലേക്ക് ഒരു ക്യാരക്ടർ ചെയ്യാമോ എന്ന് ചോദിച്ചു തന്നെയാണ് വന്നത്. അതെങ്ങനെയായിരുന്നു? FB-ലൊക്കെ കണ്ടിട്ട് അങ്ങനെ കോണ്ടാക്ട് ചെയ്താണ്? ഫേസ്ബുക്കിലൂടെയാണ് പ്രൊഡ്യൂസർ ചോദിക്കുന്നത്. അതും കൊറോണ ടൈമിലാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്. അങ്ങനെ എന്നെ എടുത്ത് ചോദിച്ചപ്പോൾ എന്തായാലും നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നുള്ളൊരു പിന്നെ ആഗ്രഹമുണ്ട്. ഓക്കെ. ആ ഒരു ഓഡിഷൻ ഉണ്ടായിരുന്നോ അതോ നേരിട്ട് സെലക്ട് ചെയ്യായിരുന്നോ? അവർ നേരിട്ടാണ്. ഓഡീഷനൊന്നും പോയിട്ടില്ല ഇതുവരെയ്ക്ക്. അപ്രതീക്ഷിതമായിട്ടാണ് ഇനിയും എന്ന മൂവിയും വരുന്നത്. സാധാരണ ഓഡിഷനൊക്കെ പോകുമ്പോൾ ഞാൻ പലപ്പോഴും പല ആർട്ടിസ്റ്റുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, വളരെ ടെൻസ്ഡ് ആയിട്ടാണ്. കാരണം ഓൾറെഡി അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമായിരിക്കും. പക്ഷെ ആ ഒരു സമയത്ത് ഇത്രയും ആളുകളുടെ മുന്നിൽ നിന്നുകൊണ്ട് ഒരു ഓഡിഷൻ അറ്റൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇതുവരെ ഓഡിഷൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ഭദ്ര. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഓഡിഷൻ ചെയ്യേണ്ടി വന്നാൽ ഓഡീഷൻ ചെയ്യാന്ന് പറയുമ്പോൾ എനിക്ക് ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ഇത് അപ്രതീക്ഷിതമായിട്ടാണ്. കൊറോണ ടൈമാണ് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് വരാനിടയായത്. അത് ഫസ്റ്റ് തേറ്റ എന്ന മൂവിയിൽ ഇവരിതുപോലെ തന്നെ ചോദിച്ചു, അതിൽ ഞാൻ ചെയ്യുന്നു. ഇനിയും എന്ന മൂവിയിലേക്ക് വരുന്നത് ഞാൻ 2 ആൽബം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുമ്മാട്ടി എന്ന ഒരു ആൽബത്തിൽ പുലിക്കളിക്കാരനായിട്ട് വേഷം ചെയ്ത ജിജു ചേട്ടനാണ് ഇനിയും എന്ന ഡയറക്ടർക്ക് എന്നെ കാണിച്ചു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഇനിയും. അപ്പോൾ ആൽബങ്ങൾ ചെയ്തിട്ടാണ് ഒരു അഭിനയത്തിന്റെ തുടക്കം എന്ന് പറയുന്നത് അല്ലേ? ആദ്യ ആൽബം ഏതായിരുന്നു? ഓരമഹ, രാജേഷ് ചേർത്തല അദ്ദേഹം ഓടക്കുൽ വായിക്കുന്ന അദ്ദേഹത്തിന്റെ ഓരമഹ എന്ന ആൽബമാണ് ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ടാണ് കുമ്മാട്ടി എന്നൊരു ഓണത്തിന്റെ ആൽബം ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു അതിലൊരു ക്യാരക്ടർ? എങ്ങനെയായിരുന്നു? എന്തായിരുന്നു തീം? എന്തായിരുന്നു ആദ്യത്തെ ആൽബത്തിലെ? ഓരമഹ എന്ന ആൽബം ഒരു പ്രണയം കാണിക്കുന്ന ഒരു ആൽബമാണ്. കുമ്മാട്ടി എന്ന് പറയുന്നത് ഓണവുമായി ബന്ധപ്പെട്ട് എല്ലാവരും കൂടി ആഘോഷിക്കുന്നൊരു ഓണം തന്നെയാണ്. ഉള്ളിലെപ്പോഴും ഒരു അഭിനയത്തിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ ചെറുപ്പത്തിലൊക്കെ നമുക്ക് ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ലേ, നമുക്ക് സിനിമയിൽ അഭിനയിക്കണം അല്ലെങ്കിൽ സിനിമയിലേക്ക് വരണം എന്നുള്ളത് പലർക്കും, പ്രത്യേകിച്ച് കലാകാരികൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ആഗ്രഹമാണ്. അത്തരത്തിലൊരു ആഗ്രഹം ചെറുപ്പത്തിലെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്നു? തീർച്ചയായും. ഒരു 8th സ്റ്റാൻഡേർഡ് തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നതാണ് സിനിമ. അതുപോലെ തന്നെ എനിക്ക് ഷോസ് ചെയ്യാനും താല്പര്യം ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. ഡാൻസർ ആവണം എന്നുള്ളതായിരുന്നു എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം. നല്ലൊരു ഡാൻസർ ആവണം എന്നുള്ളതായിരുന്നു. കാരണം ഞാൻ ഒരുപാട് പ്രോഗ്രാംസ് ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പം ഞാനൊരു ഡാൻസറായി തീരും എന്നുള്ളതായിരുന്നു ആദ്യത്തെ
പ്രതീക്ഷ ഡാൻസ് ചെറുപ്പം മുതലേ പഠിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ ക്ലാസിക്കൽ മാത്രമാണ്. പക്ഷെ ഞാൻ സിനിമാറ്റിക്, ബ്രേക്ക് ഡാൻസ് എല്ലാം ചെയ്യും, ഇപ്പൊ ഏത് വന്നാലും ചെയ്യുമെന്ന് ചെയ്യുന്നുള്ളൊരു ഇതായിരുന്നു. പക്ഷെ പിന്നീട് അപ്രതീക്ഷിതമായിട്ടാണ് ഈ ഒരു കൊറോണ ടൈമാണ് നമുക്ക് നമ്മളെ ലൈഫ് മാറ്റിമറിക്കുന്നൊരു. എനിക്ക് തോന്നുന്നു പലരുടെയും ലൈഫിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് കൊറോണ സമയമാണ് അല്ലേ. ഒരുപാട് ആളുകൾ ഒന്നുമില്ലാതിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത്. അവിടെ നിന്ന് ഒരു ട്വിസ്റ്റ് ആയിട്ടാണ് പലരും പല മേഖലകളിലേക്ക് എത്തിപ്പെട്ട ഒരുപാട് ആളുകളുടെ ലൈഫ് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഭദ്രയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു കൊറോണ കാലം വലിയൊരു അനുഗ്രഹമായി മാറി എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും. കാരണം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഫോട്ടോസ്, വീഡിയോസ് കണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കൊറോണ ടൈമിൽ. കാരണം എല്ലാവരും മൊബൈൽ നോക്കിയിരിക്കുന്നൊരു ടൈമായിരുന്നല്ലോ. അപ്പോൾ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങി. അതിൽ സെലക്റ്റീവായിട്ട് നമുക്ക് കംഫർട്ട് ആവുന്നതായിട്ട് നോക്കി സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അഭിനയത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു അല്ലെ സിനിമയിലേക്ക് പോകുമ്പോൾ. കാരണം വീട്ടിലായാലും അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിന്നല്ല, പ്രത്യേകിച്ച് ഒരു 2 ആൽബം ചെയ്തൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് സിനിമയിലേക്ക് പോകുന്നത്. സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡിഫറെൻ്റ് ആണ് അല്ലേ, കാരണം ആൽബത്തിൽ നിന്നൊക്കെ എത്രയോ വ്യത്യസ്തമായിട്ടുള്ള സിറ്റുവേഷനാണ്. അപ്പോൾ അങ്ങനെ ഒരു സിനിമാ മേഖലയിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ആദ്യമായിട്ട് നമുക്ക് പോകുമ്പോൾ എന്തായാലും ഒരു ടെൻഷൻ ഉണ്ടാവും. പക്ഷെ എന്തായിരുന്നു അവിടുത്തെ ഒരു സിറ്റുവേഷൻസ്, ആളുകളുടെ ഒരു പെരുമാറ്റം, അതൊക്കെ എങ്ങനെയാണ്? അത് സ്റ്റാർട്ടിങ് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മളൊരു സിനിമ ചെയ്യുന്നത് ആദ്യം ലൊക്കേഷൻ ഇങ്ങനെ ഫസ്റ്റ് ടൈമാണ് നമ്മൾ കാണുന്നതൊക്കെ. അപ്പോൾ നല്ല ടെൻഷനിലായിരുന്നു. പക്ഷെ എല്ലാവരും എന്താ പറയുക, നമ്മളെ കംഫർട്ടാക്കി തന്നു, കൂളായിട്ട് ചെയ്യേ എന്നുള്ള രീതിയിൽ. ഇനി മൂവിയുടെ ഡയറക്ടർ ജീവ സാറ് ആയാലും, അത് പ്രൊഡ്യൂസർ സുധീർ സാറായാലും, അതുപോലെ നമുക്ക് അസോസിയേറ്റ് ജയരാജ് സാറ്, അസിസ്റ്റൻറ്റ് ആശ മാം, അവരൊക്കെ ഭയങ്കര കംഫർട്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. നല്ല ടെൻഷനൊന്നും വേണ്ട എന്ന രീതിയിൽ റിലാക്സ് ചെയ്തിട്ട് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ അവരൊക്കെ, ക്യാമറ ചെയ്യുന്ന കനകരാജ് സാറായാലും അങ്ങനെ എല്ലാവരും നല്ലൊരു കംഫർട്ടാക്കി തന്നു. ഇപ്പോൾ തേറ്റ എന്നുള്ള മൂവി ഒരു വനാന്തരീക്ഷത്തിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു മൂവിയാണ് അല്ലേ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു ജോയിൻ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു തീമും വ്യത്യസ്തമായിട്ടുള്ള ഒരു തീമായിരുന്നു. അപ്പോൾ എങ്ങനെ എത്ര ദിവസം ഷൂട്ട് ഉണ്ടായിരുന്നു? എങ്ങനെയായിരുന്നു? 2 ദിവസത്തെ ഷൂട്ട് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. അതും പ്രതീക്ഷിക്കാതെയാണല്ലോ വന്നത്. അതെ, അവർ അതിൽ ആഡ് ചെയ്തതല്ലേ. അപ്പോൾ 2 ദിവസത്തെ ഷൂട്ടായിരുന്നു. ആ ഒരു ഷൂട്ടിലും ഇതുപോലെ തന്നെ റെനീഷ് സാറാകട്ടെ, ഡയറക്ടർ റെനീഷ് സാറും, പ്രൊഡ്യൂസർ സുധീർ സാറും, പ്രൊഡ്യൂസർ ബിനോയ് സാറും, അതുപോലെ നായകൻ അമീർ നിയാസാണ് വരുന്നത്. അവരെല്ലാവരും നല്ല കംഫർട്ടായിരുന്നു. അതുപോലെ നമുക്ക് കംഫർട്ടാക്കി തന്നിട്ടാണ്, സ്റ്റാർട്ടിങ് അല്ലേ, അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അവർ നമ്മുടെ അടുത്ത് കൂളായിട്ട് ചെയ്താൽ മതി, റിലാക്സ് ചെയ്ത് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് ചെയ്തതാണ്. ഇപ്പോൾ 2 മൂവി ചെയ്തപ്പോൾ തോന്നിയിട്ടുണ്ടാവും, കാരണം സിനിമ എനിക്ക് പറ്റാവുന്ന ഒരു മേഖലയാണ്, ഇതിൽ തന്നെ നിൽക്കാം, അങ്ങനെയുള്ള ഒരു കോൺഫിഡൻസ് ലെവൽ കൂടിയോ? പിന്നെ തീർച്ചയായിട്ടും. കാരണം സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യണം, ക്യാമറയുടെ മുന്നിൽ എങ്ങനെ നമ്മൾ ചെയ്യണം എന്നുള്ളൊരു ടെൻഷൻ സ്വാഭാവികമായിട്ടുണ്ടാവും. അതിൽ ഡയലോഗ്സ് പറയുന്ന അതാണ് ഏറ്റവും ടെൻഷനുള്ളൊരു കാര്യം. ബാക്കി എനിക്ക് പിന്നെയും കംഫർട്ടായിരുന്നു. ഡയലോഗ്സ് പറയുക എങ്ങനെയാണ് എന്നുള്ളൊരിതുണ്ടായിരുന്നു. പക്ഷേ നമുക്കത് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ചെയ്ത് പ്രോമിറ്റ് ചെയ്യാൻ ആ ഒരു ടൈമും, അത് നമ്മൾ ടൈമിനനുസരിച്ചിട്ടാണല്ലോ പറയുന്നത്. സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് പ്രോമിറ്റ് ചെയ്യുന്നതിനേക്കാളും നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് എങ്ങനെ നമ്മൾ മീൻസ് അത് മനസ്സിലാക്കി ചെയ്യുക എന്നുള്ളൊരിതായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ ചെയ്ത് അത് നമുക്ക് പ്രോമിറ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ കംഫർട്ട് സോണിലേക്ക് നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കാണ് നമ്മളൊന്ന് ഫ്രീ ആവുന്നതും നമുക്ക് ചെയ്യാനായിട്ട്. എനിക്ക് തോന്നുന്നു അതുകൊണ്ട് ഇനിയും എന്നുള്ള സിനിമയിൽ അഭിനയം കുറച്ചും കൂടി നന്നാക്കാൻ പറ്റിയെന്ന് തോന്നിയോ? പിന്നെ ലാസ്റ്റ് ആവുമ്പോഴത്തേക്കാണ്. പക്ഷേ നമ്മൾ ഫസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെ എന്നുള്ളത് നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് സോങ്സ് ഒക്കെ ലാസ്റ്റാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ കൂളായിട്ട് റിലാക്സ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇനിയും എന്ന മൂവി ഒരു ഫാമിലി ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു ഫിലിമാണ് അല്ലേ. അതിൽ എങ്ങനെയായിരുന്നു കഥാപാത്രം? അതിൽ ഞാൻ എന്താ പറയുക, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രമാണ്. ഒരു അമ്പലവാസി പെൺകുട്ടിയായിട്ട് വരിക എന്ന് പറയുന്നത് എൻ്റെ എന്താ പറയുക ആഗ്രഹമായിരുന്നു ഒരു കഥാപാത്രമാണ്. അത് തന്നെ ഫസ്റ്റ് ചെയ്യാൻ പറ്റി എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇതിൽ അമ്പലവാസി പെൺകുട്ടിയായിട്ടാണ് വരുന്നത്. ബാനു എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. അതിൽ സോപാന സംഗീതം ഒക്കെ പാടുന്നൊരു പെൺകുട്ടിയായിട്ടാണ് വരുന്നത്, അഭിനയിച്ചിരിക്കുന്നത് അല്ലേ. ഓക്കെ, അത് എത്ര ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു? ഇവിടെയായിരുന്നു ഷൂട്ടിംഗ് ലൊക്കേഷൻ? കുറേ ദിവസത്തെ ഷൂട്ട് ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് 3rd ഷെഡ്യൂൾ വരയ്ക്കും, അങ്ങനെ 1 മന്ത്. പിന്നെ നമുക്ക് എന്താ പറയുക ബ്രേക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ കേട്ടൊരു 3 മാസത്തേക്ക്. 3 മാസം. എവിടെയായിരുന്നു ലൊക്കേഷൻ? എവിടെയായിരുന്നു ലൊക്കേഷൻ? തൃശ്ശൂർ
തൃശ്ശൂർ തന്നെയാണ് ഓൾമോസ്റ്റ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതിൽ സോങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പാലക്കാട്, കൊല്ലങ്കോട്, പൊള്ളാച്ചിയൊക്കെ പോയത്. പാലക്കാട്, കൊല്ലങ്കോടൊക്കെ മുൻപ് പോയിട്ടുണ്ടോ അതോ ഷൂട്ടിങ്ങിന്റെ ഭാഗമായിട്ട് പോയതാണ്? അപ്പോൾ തോന്നിയോ ഇനിയും ഇവിടേക്കൊക്കെ വരണം എന്നുള്ള തോന്നുന്നു? കൊല്ലങ്കോട് ഇപ്പോഴും നമ്മുടെയൊക്കെ ഡ്രീം പ്ലേസ് ആണല്ലോ അല്ലേ? നേച്ചർ ബ്യൂട്ടി എന്ന് പറഞ്ഞാൽ കൊല്ലങ്കോടൊക്കെ പോകണം. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളൊക്കെ കൂടുതൽ കാണാനും ഒക്കെ ഒരു പറ്റിയത് ഇപ്പോൾ ഈ ഒരു സോങ്ങിലേക്ക് ആയിട്ട് വേണം ഞങ്ങൾ പുറത്ത്. മറ്റം വാഗയൊക്കെ ആയിരുന്നു ഷൂട്ട് ഉണ്ടായിരുന്നത് തൃശ്ശൂർ. എനിക്ക് ഷൂട്ട് വാഗയിലൊരു കാത്യായനി ക്ഷേത്രം, ആ ക്ഷേത്രത്തിലും ആ ക്ഷേത്ര പരിസരത്തുള്ള ഒരു വീട്ടിലുമായിരുന്നു എൻ്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പം എൻ്റെ ഷൂട്ട് ഉണ്ടായിരുന്നത്. പിന്നെ ഈ സോങ്ങിന് വേണ്ടിയിട്ടാണ്. ഈ സോങ് ആണോ മോഹൻ സിത്താര സാർ ചെയ്തിട്ടുള്ളത്? അല്ല, ഇത് ശ്രീനിവാസൻ സാറാണ്. തമിഴ് സിംഗർ ശ്രീനിവാസൻ സാറാണ് ഈ സോങ് പാടിയിരിക്കുന്നത്. പൊള്ളാച്ചിയിലും ഇടയ്ക്കൊക്കെ പോയിട്ട് ഉള്ള ഒരു കണ്ടിരുന്നോ? ശ്രീനിവാസൻ സാറിനൊക്കെ കണ്ടിരുന്നോ? ശ്രീനിവാസൻ സാറിനെ ഞാൻ കണ്ടില്ല, പക്ഷേ സോങ്ങിന് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സോങ്ങാണ്, എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു സോങ്ങാണ്. ഈ ഇനിയും എന്ന മൂവിയിൽ 3 സോങ്ങും എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്. ഒരു സോപാന സംഗീതവും വരുന്നുണ്ട്. പിന്നെ മോഹൻ സിത്താര സാറ് ഡയറക്റ്റ് ചെയ്ത ഒരു സോങ് വരുന്നുണ്ട്. പിന്നെ ഇനിയും തന്നെ മൂവിയിൽ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്യുന്നതും മോഹൻ സിത്താര സാറാണ്. അപ്പൊ അതും ഒരു വലിയൊരു അച്ചീവ്മെന്റ് ആണ് അല്ലേ? കാരണം മോഹൻ സിത്താര സാറിന്റെ പോലെയൊക്കെ കൂടെ ഒരാളുടെ കൂടെ വർക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ അതും നമുക്കൊരു അച്ചീവ്മെന്റ് ആയിട്ട് തീർച്ചയായും വലിയൊരു ഭാഗ്യമായിട്ടാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ തേറ്റ എന്ന മൂവിയിൽ ഉള്ള സോങ്ങും നല്ലൊരു സോങ്ങാണ്. ഞാൻ ചെയ്തിരിക്കുന്ന ഓരമഹ എന്ന സോങ്ങും ആവട്ടെ, കുമ്മാട്ടി ആവട്ടെ, തേറ്റയിലും ഇനിയും എന്ന മൂവിയിലും നല്ലൊരു സോങ്ങിലൊക്കെ ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് വലിയൊരു ഭാഗ്യം. ഇപ്പോൾ വീട്ടിൽ അച്ഛനും അമ്മയൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ മകളിനെ ഒരു വലിയ സ്ക്രീനിൽ കാണണം എന്നുള്ള ഒരു ആഗ്രഹം? തീർച്ചയായിട്ടും അവരാഗ്രഹിച്ചിരുന്നു. പിന്നെ അമ്മയ്ക്ക് എപ്പോഴും ഡാൻസ് നന്നായി ചെയ്യണം എന്നുള്ളത് തന്നെ ഇപ്പോഴും നന്നായി കണ്ടിന്യൂ ചെയ്ത് ഡാൻസിൽ ഒരു എന്താ പറയുക ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അമ്മ ഇപ്പോഴും അങ്ങനെ ഇനിയും വലിയ വലിയ സ്ക്രീനിൽ മകളെ കാണണം എന്ന് ആഗ്രഹിച്ച് അച്ഛനും അമ്മയും അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ആദ്യം ഒരു സിനിമ റിലീസായി, അത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടാവും. എന്തായാലും ഭദ്രയുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അവരുടെ ഒരു എങ്ങനെയായിരുന്നു? അവർ അതിനെക്കുറിച്ച് സംസാരിച്ചോ, അല്ലെങ്കിൽ നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ കുറവുകൾ അങ്ങനെയൊക്കെ ഡിസ്കഷൻ എന്തെങ്കിലുമൊക്കെ നടന്നിട്ടുണ്ടോ? ഉണ്ട്, എല്ലാവരും നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷെ നമുക്കതിൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആക്കാമായിരുന്നു എന്നൊക്കെ തോന്നിയിട്ടുണ്ട്. തീർച്ചയായിട്ടും. ഇപ്പോൾ ആ സിനിമ ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടിയിട്ടുള്ള നിമിഷങ്ങളുണ്ടാവും. കാരണം ആദ്യമായിട്ട് നമ്മളൊരു ഫിലിമിൻ്റെ ഇൻഡസ്ട്രിയിലേക്ക് പോകുമ്പോൾ നമുക്കെല്ലാം പുതുമയും എല്ലാം കൗതുകവുമാണല്ലേ. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ആൾക്കാരെ കാണുന്നു, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ നമ്മളെക്കാൾ കൂടുതൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള കലാകാരികളുടെയും കലാകാരന്മാരുടെയും ഒക്കെ അഭിനയം ഒക്കെ നമുക്ക് കൗതുകമാണ്. അത്തരത്തിൽ മനസ്സിൽ പതിഞ്ഞിട്ടുള്ള ഏതെങ്കിലും നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഇതിൽ അമ്പലത്തിൽ ഉണ്ടായിരുന്ന ഒരു സീനാണ്. അതിൽ ശിവജി ഗുരുവായൂർ സാറ് അദ്ദേഹം വന്നിട്ട് ഉള്ള ഒരു സീനാണ്. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹം അഭിനയിച്ചു തുടങ്ങിയപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ അറിയാതെ തന്നെ ഭാനു എന്ന ഒരു കഥാപാത്രത്തിലേക്ക് മാറാൻ പെട്ടെന്ന് പറ്റിയിട്ടുണ്ട്. കാരണം ശിവജി സാറിൻ്റെ പെട്ടെന്നുണ്ടായ ആ ഒരു അഭിനയം ഞാൻ അദ്ദേഹത്തിനോട് പോലും ചെയ്തു. അത്രയ്ക്കും നമുക്ക് പെട്ടെന്ന് മാറാൻ സാധിച്ചു, ഭാനുവായിട്ട് മാറാൻ സാധിച്ചൊരു സിറ്റുവേഷനാണത്. എനിക്ക് തോന്നുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ഒരു അഭിനയം കൂടി നമ്മളിലെ ഒരു അഭിനേത്രീനെ ഉണർത്താൻ വേണ്ടിയിട്ട് സഹായമാവുന്ന ഒരു സിറ്റുവേഷനാണ്. കാരണം അതുവരെയ്ക്കും ഞാൻ അഭിനയിച്ചു പോകുന്നുണ്ടെങ്കിലും സീനിയർ ആർട്ടിസ്റ്റുകളുടെ കൂടെ ചെയ്യുമ്പോൾ നമുക്കറിയാതെ നമ്മൾ പെട്ടെന്ന് നമുക്ക് ഭാനുവായിട്ട് മാറാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സിറ്റുവേഷനും കൂടി ഉണ്ട്. ഇപ്പോൾ ചെറുപ്പത്തിലും ഒക്കെ അഭിനയം ഇഷ്ടമാണ്, പക്ഷേ അങ്ങനെ ഇപ്പോൾ പഠിക്കുന്ന കാലത്ത് സ്കൂളിലായാലും കോളേജിലായാലും ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഇപ്പോൾ ഡാൻസ് ഓൾറെഡി പറഞ്ഞു, അതല്ലാതെ അഭിനയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒക്കെ പങ്കെടുത്ത് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഫസ്റ്റ് ടൈമാണ് ഈ ഇനിയും എന്ന മൂവിയിലും തേറ്റ എന്ന മൂവിയിലും ഒക്കെ ചെയ്യുന്നത്. ഇപ്പോൾ സോഷ്യൽ മീഡിയാസ് ഇൻസ്റ്റാഗ്രാമിലൂടെയൊക്കെ ഒരുപാട് റീൽസ് ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു അഭിനേത്രീനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയാസ് ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും. കാരണം കൊറോണ ടൈമിലാണ് നമ്മൾ വീട്ടിലിരിക്കുന്ന ആ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നതും. ചെയ്തു വന്നപ്പോൾ നല്ലൊരു എന്താ പറയുക ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഓപ്പർച്യൂണിറ്റീസ് വരാൻ തുടങ്ങിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ അത്ഭുതം തന്നെയാണ് തോന്നിയത്. കാരണം നമ്മൾ ശ്രദ്ധിച്ചു എന്നുള്ളതാണ് അതിൽ
വലിയൊരു കാര്യം. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ ഒരുപാട് ഷോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, അതിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെ ഷോസ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഷോസ് ചെയ്ത് ഞാൻ ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. FI ഇവൻസ് നടത്തിയ ബ്യൂട്ടി കോൺടെസ്റ്റിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ രഞ്ജിത്ത് സാറ്, അതുപോലെ ഡാലു സാറ് ഇവരൊക്കെയാണ് ഇതിലുണ്ടായിരുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഏറ്റവും വലിയൊരു ഡ്രീമായിരുന്നു ഷോസ് പങ്കെടുക്കുക, ക്യാറ്റ് വാക്ക് നടക്കുക എന്ന് പറയുന്നത്, റാമ്പിൽ നടക്കുക എന്ന് പറയുന്നത് വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു കോൺടെസ്റ്റിൽ ഞാൻ ഫസ്റ്റ് പങ്കെടുക്കുമ്പോൾ അതിൽ ബ്യൂട്ടിഫുൾ ഐസ് ആൻഡ് ചാമിങ് ബ്യൂട്ടി എന്ന് പറഞ്ഞ 2 ടൈറ്റിലാണ് എനിക്ക് കിട്ടിയത്. പിന്നെ അതുപോലെ ആറ്റിറ്റ്യൂഡ് ഹണ്ട് എന്ന് പറഞ്ഞുള്ളൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ്റർനാഷണൽ ഫാഷൻ വീക്ക് ഗോവയിൽ പോകാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മൾ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ കോമ്പറ്റീഷൻ, അങ്ങനെ കുറേ കോമ്പറ്റീഷൻ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ട്രഡീഷണൽ കോമ്പറ്റീഷനിൽ 2nd റണ്ണറപ്പ് നേടിയിട്ടുണ്ട്. അത് അടുത്താണോ? നമ്മൾ ഈ കൊറോണ ടൈം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങൾ. കൊറോണ ടൈം കഴിഞ്ഞ ശേഷമാണ് അപ്പൊ ഈ ഒരു ഫീൽഡിലേക്ക് തന്നെ വരുന്നത് അല്ലേ? അത് വെച്ചതൊക്കെ നല്ലൊരു നേട്ടമായിട്ട് തിരിച്ചു വന്നു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും. അപ്പോഴാണ് എല്ലാവരും നമ്മുടെ ഫാമിലി ആയാലും നമുക്ക് അതിനുള്ളൊരു എന്താ പറയുക, അത് ചെയ്യാനുള്ളൊരു ആഗ്രഹവും കഴിവും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നത്, ഫാമിലിക്ക് തോന്നൽ വന്നത് ഈ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ആദ്യം ഉള്ളൊരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഫിലിമിൽ ഒന്ന് മുഖം കാണിക്കുക എന്നുള്ളതാണ്. ആ ഒരു സമയത്ത് നമ്മൾ ഇന്ന ക്യാരക്ടർ നമുക്ക് വേണമെന്ന് ഒരിക്കലും ചിന്തിക്കാറില്ല അല്ലേ? കാരണം സിനിമയിലേക്കുള്ള ഒരു എൻട്രി എന്നുള്ള രീതിയിലാണ്. പക്ഷേ നമ്മൾ 1-2 സിനിമകളൊക്കെ നമുക്ക് വന്നു കഴിയുമ്പോൾ പിന്നെ നമ്മുടെ ഡ്രീം ഇങ്ങനെ വലുതായി വരികയാണ്. കാരണം ഇനി ഇന്ന ഒരു ക്യാരക്ടർ ചെയ്താൽ കൊള്ളാവുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്നൊരു ആക്ടറിൻ്റെ കൂടെ നമുക്ക് അഭിനയിച്ചാൽ കൊള്ളാവുന്നുണ്ട്, അങ്ങനെയൊക്കെ നമുക്ക് പിന്നീട് വരുന്ന ചിന്തകളാണ്. അത്തരത്തിൽ ഇപ്പോൾ ഏതൊക്കെ ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്? നല്ല ഒരു എന്താ പറയുക, ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊരു ഡ്രീം ക്യാരക്ടർ എന്ന് പറയുന്നത് മണിച്ചിത്രത്താഴ് ശോഭന മാമൊക്കെ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ നമുക്ക് എന്താ പറയുക വലിയൊരു ആഗ്രഹമാണ്. അതുപോലെ രേവതി മാം ചെയ്തിട്ടുള്ള കിലുക്കത്തിലെ ക്യാരക്ടറൊക്കെ നല്ലൊരു ക്യാരക്ടറാണ്, എനിക്ക് ഇഷ്ടം. അങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ആഗ്രഹമുണ്ട്. അതുപോലെ ഊർവശി മാം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഉള്ളൊഴുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു സിനിമ ഉണ്ടല്ലോ, അതൊക്കെ വലിയ എന്താ പറയുക, നമുക്ക് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമാണ് അവരൊക്കെ ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ. അതൊക്കെ നമ്മുടെ ഡ്രീം ക്യാരക്ടറുകളാണ്. അതുപോലെയാണെങ്കിൽ നമ്മൾ ഈ അഭിനയം എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ കാലെടുത്ത് വെച്ച് LKG വിദ്യാർത്ഥിയാണ്. സിനിമയിൽ കാലെടുത്ത് വെച്ചിട്ടുള്ള അഭിനയത്തിന് LKG വിദ്യാർത്ഥിയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട്. അതിൽ നിന്ന് പഠിച്ചെത്തുമ്പോഴേക്കും ഇതുപോലെയൊക്കെയുള്ള നല്ല ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഭാഗ്യം ഉണ്ടാവട്ടെ. ചെറുപ്പം മുതലേ ഇപ്പോൾ സിനിമ കാണാറുണ്ട്. ഇപ്പോൾ നമ്മുടെ ഉള്ളിലൊക്കെ ആരാധിക്കുന്ന ഒരുപാട് നായികമാരുണ്ട്, നടന്മാരുണ്ട്, അങ്ങനെ ഒരുപാട് ആളുകൾ നമ്മുടെ മനസ്സിൽ ഉള്ളതാണ്. അത്തരത്തിൽ ഏറ്റവും കൂടുതൽ കാണാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ ആരുടെ മൂവീസാണ്? ലാലേട്ടൻ്റെ മൂവീസ് കാണാൻ ഇഷ്ടമാണ്. കാരണം ഇത്രയും വലിയൊരു നടനല്ലേ, എല്ലാവരും ആ ഒരു നടനെ ഇന്ത്യയിൽ മൊത്തം എന്താ പറയുക എല്ലാവരും ആരാധിക്കുന്നൊരു നടനും കൂടിയിട്ടാണ്. അപ്പോൾ ആ ഒരു വ്യക്തി സെറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ആൾ മാറി ആ ഒരു ക്യാരക്ടറായി മാറും പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറയുന്നത് നമുക്ക് കേൾക്കുമ്പോൾ നമുക്കും ആ ഒരു വ്യക്തിയുടെ കൂടെ അഭിനയിക്കാനായിട്ട്, ആ ഒരു വ്യക്തിയുടെ സിനിമയിൽ എന്തെങ്കിലും ഒരു ചെറിയ റോള് കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. തീർച്ചയായും അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നത്. അപ്പൊ അതുപോലെ ഒരുപാട് അവസരങ്ങൾ ഭദ്രയ്ക്ക് വരട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് സന്തോഷം നിറഞ്ഞിട്ടുള്ള ഓണാണ് അല്ലേ? സിനിമാ ഫീൽഡിൽ വന്നിട്ടുള്ള ഒരു ആദ്യത്തെ ഓണം. എങ്ങനെയാണ് ഫാമിലിയിലെ ഓണം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കൂടി എല്ലാ കുട്ടിക്കാലം മുതലേ എല്ലാവരും ഫാമിലിയിൽ മീൻസ് എല്ലാവരും കൂടി ആഘോഷിക്കുന്നത് തന്നെയാണ് ഓണം, വിഷു, അങ്ങനെ എല്ലാം ആഘോഷിക്കാറുള്ളത് തന്നെയാണ്. പക്ഷെ ഇപ്രാവശ്യത്തെ ഓണമാണ് സ്പെഷ്യൽ ഓണം. തീർച്ചയായിട്ടും അതൊരു സ്പെഷ്യൽ തന്നെയാണ്. ഇപ്പോൾ പുതിയ പ്രോജക്റ്റുകൾ എന്തെങ്കിലും വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ? എൻക്വയറീസ് വരുന്നുണ്ടോ? വരുന്നുണ്ട്. തമിഴിൽ നിന്നും വന്നിട്ടുണ്ട്, അതുപോലെ മലയാളം മൂവീസും വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് നമുക്ക് കംഫർട്ടാവുന്ന ക്യാരക്ടേഴ്സ് എടുത്ത് നോക്കിയിട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ സെലക്റ്റഡ് ആയിട്ട് ചെയ്യാനാണ് താല്പര്യം. വരുന്ന എല്ലാ ക്യാരക്ടറും ചെയ്യാൻ നായിക കഥാപാത്രം, നായിക എന്നുള്ളതല്ല, ആ ഫിലിമിൽ നല്ലൊരു ക്യാരക്ടർ എങ്ങനെയാണോ നമുക്ക് കംഫർട്ടാണോ എന്ന് നോക്കി
നല്ലൊരു ക്യാരക്ടർ സെലക്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ തന്നെയാണ് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ. ഇപ്പോൾ ഡാൻസറാണ്, ഇപ്പോൾ ഡാൻസ് ചെയ്യണം അല്ലെങ്കിൽ ഡാൻസർ ആവണം എന്നായിരുന്നു ഒരുപാട് ആഗ്രഹം എന്ന് നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇപ്പോഴും ഡാൻസ് അങ്ങനെ പഠിച്ച് അതും കൂടി കൊണ്ടുപോകണം അങ്ങനെ ഏതെങ്കിലും ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെ തീർച്ചയായിട്ടും ഡാൻസ് കൊണ്ടുപോകണം എന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. അതിനും സാധിക്കട്ടെ. ഓക്കെ. അപ്പോൾ ആദ്യമായിട്ട് ഫിലിമിൽ ആൽബത്തിലേക്ക് സജസ്റ്റ് ചെയ്തത് ആരായിരുന്നു? അത് ഡയറക്ടർ സന്ധ്യമോഹൻ സാറ്, മിസ്റ്റർ മരുമകനൊക്കെ ചെയ്തിട്ടുള്ള സന്ധ്യമോഹൻ സാറിൻ്റെ വൈഫ് ബിന്ദു മാം ആണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഓരമഹ. അത് അവർ നല്ല കംഫർട്ടായിരുന്നു. അത് 2 ദിവസത്തെ തെങ്കാശിയിലായിരുന്നു ഷൂട്ട്. പിന്നെ അതിൽ റൈറ്റർ ശ്രീകുമാർ സാറ് അവരൊക്കെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരാണ് കേട്ടോ. ഇപ്പോഴും കോണ്ടാക്റ്റ് ഉണ്ട്. ഇപ്പോഴും എന്താ പറയുക, ഉയരങ്ങളിലെത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെന്ന് പറയുന്ന വ്യക്തികളാണ്. അവരായിരുന്നു ബിന്ദു മാമാണ് എന്നെ കോണ്ടാക്ട് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ അവരുടെ ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഒരു പ്രോജക്റ്റിലേക്ക് സെലക്ട് ചെയ്തു. പിന്നീട് എനിക്ക് തോന്നുന്നു പടിപടിയായിട്ട് ചെറിയ വലിയ പ്രോജക്റ്റുകളൊക്കെ വരാൻ തുടങ്ങി. അപ്പോൾ ഈ മൂവിയിൽ വന്നപ്പോഴും അവരെ കോണ്ടാക്ട് ചെയ്തിരുന്നോ? പിന്നെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും അന്ന് ചെയ്തിട്ടുള്ള ഞാനതുപോലെ തന്നെ ഒരു ആഡ് ഷൂട്ട് ചെയ്തിരുന്നു തൃശ്ശൂർ ഫാഷൻ ജ്വല്ലറി. അതാണ് ഫസ്റ്റ് ചെയ്യുന്നത്. കൊറോണയ്ക്ക് ശേഷം ഫസ്റ്റ് ചെയ്യുന്നത് ഒരു ആഡ് ഫിലിം ആയിരുന്നു തൃശ്ശൂർ ഫാഷൻ ജ്വല്ലറിയുടെ ട്രിവാൻഡ്രത്തുള്ള. അവരെയും ഇന്നും ഞാൻ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഓരോ പടി കയറുമ്പോഴും നമ്മൾ അവരെ വന്ന വഴി മറക്കരുത് എന്ന് പറഞ്ഞ പോലെ നമ്മൾക്ക് പ്രചോദനമായിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു അവസരം തന്നിട്ടുള്ള ആളുകളെ നമ്മൾ ഓരോ സ്റ്റെപ്പ് മുമ്പ് വരുമ്പോഴും അവരെയും കൂടി ഓർക്കുക എന്നുള്ളത്. ഇപ്പോഴും ഞാൻ അവരുടെ എൻ്റെ ഞാൻ ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും അവരെല്ലാം വിളിച്ചറിയിച്ച് അനുഗ്രഹം മേടിക്കാറുണ്ട്. അതാണ് നമുക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു പ്രചോദനം. ഈ ഒരു മൂവിയിൽ ഇനിയും എന്ന് പറഞ്ഞ മൂവിയിൽ ജിജു ചേട്ടനാണ് എന്നെ ഡയറക്റ്റ് കാണിച്ചു കൊടുക്കുന്നത്. പക്ഷെ ഇന്നും നമ്മൾ ആ ഒരു റെസ്പെക്റ്റ് എന്നും ഉണ്ടാവും. ഇനിയും എന്നുള്ള മൂവി റിലീസായിട്ടില്ല, റിലീസാവാൻ ഇരിക്കുകയാണ് അല്ലേ? ഏത് റിലീസിങ്ങിൻ്റെ ഡേറ്റും ഒക്കെ ഇല്ല, ഡേറ്റ് കൺഫേം ആക്കിയിട്ടില്ല. ഇപ്പോൾ മോഹൻ സിത്താര സാർ ഇപ്പോൾ ഫൈനലായിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടിയും സമയം എടുക്കും. ഇതൊന്നും ഇപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരാണ് ഭദ്ര, എന്താണ് ഭദ്ര എന്നൊക്കെ നമ്മുടെ ഈ ഒരു സംസാരത്തിലൂടെ പ്രേക്ഷകർക്ക് കൂടുതൽ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇനി പ്രേക്ഷകരോട് പറയാം, ഇനി ഇറങ്ങാൻ പോകുന്ന സിനിമയാണ്, അതിനെക്കുറിച്ചൊന്ന് സംസാരിച്ചാലോ? പ്രേക്ഷകരോട് ഒന്ന് കാണണം എന്നുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും ഇനിയും എന്ന സിനിമ റിലീസാവുമ്പോൾ സപ്പോർട്ട് ഉണ്ടാവണം. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹവും ഉണ്ടാവണം. നിങ്ങളെല്ലാവരും ഇനിയും എന്ന മൂവി തിയേറ്ററിൽ തന്നെ പോയി കാണണം, സപ്പോർട്ട് ചെയ്യണം. എന്തായാലും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ചു നേരം സിനിമാ വിശേഷങ്ങളും ഓണവിശേഷങ്ങളും ഒക്കെ പങ്കുവച്ചു. അപ്പോൾ ഏകദേശം നമ്മുടെ സമയമൊക്കെ ഇവിടെ കഴിയാറായിട്ടുണ്ട്. അതിനു മുമ്പ് ഞാൻ ഇവിടെ ഭദ്രേനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഗായിക കൂടിയാണെന്ന്. അത് ഞാൻ പറഞ്ഞത് തെറ്റല്ലാതെ നമുക്ക് പ്രേക്ഷകരെ ബോധിപ്പിക്കാനല്ലോ. ഒരു ഓണപ്പാട്ടായിക്കോട്ടെ 2 വരി. കാരണം ഡാൻസ് എന്തായാലും നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്യാൻ കുറച്ച് സൗകര്യക്കുറവുണ്ട്. അതുകൊണ്ട് നമുക്ക് ഓണപ്പാട്ടായാലോ? 2 വരി. ഓക്കെ. സത്യം പറഞ്ഞ ഞാൻ ഒരുപാട് പാടുന്ന ആളോ പാട്ട് പഠിച്ചിട്ടുള്ള ആളൊന്നല്ല. അപ്പം അതുകൊണ്ട് പോരായ്മകളൊക്കെ ഉണ്ടാവും. 2 വരി പാടാം. മഴ പാടും കുളിരായി വന്നതാരോ ഇവനോ, തെന്നലായി തണലായി ഇനിയാരോ ഇവനോ. എന്തായാലും പറഞ്ഞ സ്ഥിതിക്ക് 2 വരിയിൽ തന്നെ ഭദ്ര ഒതുക്കിയിട്ടുണ്ട്. എന്തായാലും അത് പാട്ട് പാടി എന്തായാലും പ്രേക്ഷകർക്കും ആ ഒരു സോങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പ്രേക്ഷകർ ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും 2 വരിയും കൂടിയും കേട്ടിരുന്നെങ്കിൽ ഒന്നും കൂടി വിലയിരുത്തായിരുന്നു എന്ന്. എന്തായാലും എനിവേ ഭദ്ര, ഹാപ്പി ഓണം. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ ഇങ്ങനെ മനസ്സിലുണ്ട്. നല്ല നല്ല സിനിമകൾ, അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന പോലെ ലാലേട്ടൻ്റെ കൂടെയും അതുപോലെ മമ്മൂക്കയുടെ കൂടെയും ഒക്കെ അഭിനയിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ, നല്ല കഥാപാത്രങ്ങൾ വരട്ടെ. അത് നന്നായിട്ട് ചെയ്യാൻ, അത് പ്രേക്ഷകരിലേക്ക് ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിൽക്കുന്ന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ ഭദ്രയ്ക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി നമ്മുടെ പ്രേക്ഷകർക്ക് ഓണത്തിൻ്റെ ഒരു ആശംസകൾ കൂടി നേർന്നിട്ട് നമുക്ക് നിർത്താം. എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. അപ്പോൾ ഭദ്ര, ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. താങ്ക് യു. ഹാപ്പി ഓണം.